ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തുടങ്ങിയ പരീക്ഷ എഴുതുന്നവർക്കുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്നവർക്കും ഈ ഒരു വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ്. കുറച്ച് സിലബസേ മാറ്റുള്ളൂ, മലയാളം ഇല്ല. അതേപോലെ ചില ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ സിലബസ് നോക്കി നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ടൈപ്പിസ്റ്റിൻ്റെ ഹെഡിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും വീഡിയോസ് നോക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തൊട്ട് വീഡിയോസ് കാണാത്തവർ ആദ്യം പോയിട്ട് വീഡിയോസ് കാണുക. നമ്മളിപ്പോൾ മൂന്നാമത്തെ സെറ്റ് വീഡിയോ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2015 സെറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, 100 ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ 2023 ഒരു സെറ്റ് വീഡിയോ 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത്തെ സെറ്റാണ്. അത് 2024 നടന്ന ടൈപ്പിസ്റ്റ് CA, അതേപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അങ്ങനെ ഒരു 4-5 കാറ്റഗറിയിൽ നടന്ന കോമൺ എക്സാം ആയിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോട്ട്സായിട്ട് വേണ്ടവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിൽ നോട്ട്സ് ഉണ്ട്, ഡെയിലി നോട്ട്സ് ഇടാറുണ്ട്, വീക്കെൻഡിൽ എക്സാം ഇടാറുണ്ട്. അപ്പം വേണ്ടവർ നമ്മൾ ടെലഗ്രാമിൽ ചെന്നിട്ട് സെർച്ച് ചെയ്യുക. എക്സാം ഫോക്കസ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹു ഈസ് ദ പ്രസൻറ്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? ഹു ഈസ് ദ പ്രസൻറ്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സുമൻ ബെറി, ഓപ്ഷൻ ബി രാജീവ് കുമാർ, ഓപ്ഷൻ സി അരവിന്ദ് പനാഗിരിയ, ഓപ്ഷൻ ഡി BVR സുബ്രഹ്മണ്യൻ. ഒന്നും കൂടെ നോക്കാം. ഓപ്ഷൻ എ സുമൻ ബെറി, ഓപ്ഷൻ ബി രാജീവ് കുമാർ, ഓപ്ഷൻ സി അരവിന്ദ് പനാഗിരിയ, ഓപ്ഷൻ ഡി BVR സുബ്രഹ്മണ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ സുമൻ ബെറി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ ഫേമസ് ഹിന്ദു ടെമ്പിൾ സിറ്റുവേറ്റഡ് ഇൻ ദ വാലി ഓഫ് ബ്രഹ്മഗിരി ഹിൽ. ദ ഫേമസ് ഹിന്ദു ടെമ്പിൾ സിറ്റുവേറ്റഡ് ഇൻ ദ വാലി ഓഫ് ബ്രഹ്മഗിരി ഹിൽ. ബ്രഹ്മഗിരി ഹില്ലിൽ ഫേമസ് ആയിട്ടുള്ള ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ നോക്കാം. എ കൊട്ടിയൂർ ടെമ്പിൾ, ബി പളനി ടെമ്പിൾ, സി തിരുനെല്ലൈ ടെമ്പിൾ, ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ഒന്നും കൂടെ നോക്കാം. എ കൊട്ടിയൂർ ടെമ്പിൾ, ബി പളനി ടെമ്പിൾ, സി തിരുനെല്ലി ടെമ്പിൾ, ഡി നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി തിരുനെല്ലി ടെമ്പിൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ആർട്ടിഫിഷ്യൽ ലേക്ക്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ആർട്ടിഫിഷ്യൽ ലേക്ക്? തന്നിരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓപ്ഷൻ നോക്കാം. ഡാൽ ലേക്ക്, ഓപ്ഷൻ എ ഡാൽ ലേക്ക്, ഓപ്ഷൻ ബി വൂളാർ ലേക്ക്, വൂളാർ ലേക്ക്, ഓപ്ഷൻ സി ഗോബിന്ദ് സാഗർ ലേക്ക്, ഓപ്ഷൻ സി ഗോബിന്ദ് സാഗർ ലേക്ക്, ഓപ്ഷൻ ഡി സാമ്പാർ ലേക്ക്. ആൻസർ വരുന്നത് ഏതാണ്? ആർട്ടിഫിഷ്യൽ ലേക്ക്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം, അത് സ്വാഭാവികമായിട്ടല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്നതാണ്. ഓപ്ഷൻ സി ആ വരുന്നത്, ഗോവിന്ദ് സാഗർ ലേക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് സെക്ഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിസൈഡഡ് ടു ഒബ്സർവ് 26 January ഓഫ് എവരി ഇയർ ആസ് ദ ഇൻഡിപെൻഡൻസ് ഡേ? In which section of Indian National Congress decided to observe 26 January of every year as the Independence Day? അതായത് ഒരു സമ്മേളനത്തിൽ, നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ എല്ലാ വർഷവും ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആചരിക്കണമെന്ന് തീരുമാനിച്ച ഒരു സമ്മേളനം ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ നാഗ്പൂർ സെക്ഷൻ, ഓപ്ഷൻ ബി ലാഹോർ സെക്ഷൻ, ഓപ്ഷൻ സി ബോംബെ സെക്ഷൻ, ഓപ്ഷൻ ഡി അമരാവതി സെക്ഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലാഹോർ സെക്ഷൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വജിദ് അലി ഷാ, the ruler of which one of the following state was removed from power by British in the name of misrule at the time of 1857 revolt? അതായത് 1857 റിവോൾട്ടിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്
അവിടുത്തെ റൂളറായ വാച്ച് അലി ഷായെ മിസ്റൂളിൻ്റെ പേരിൽ ആ സ്റ്റേറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ അത് ഏത് സ്റ്റേറ്റ് ആയിരുന്നു എന്നാണ്. ഓപ്ഷൻ എ അവധ്, ഓപ്ഷൻ ബി ബറൂർ, ഓപ്ഷൻ സി അറബ്, ഓപ്ഷൻ ഡി ഡൽഹി. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അവധാണ്. അവധ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഇൻ സപ്പോർട്ട് ഓഫ് ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, ഓപ്ഷൻ സി സാൾട്ട് സത്യാഗ്രഹ, ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹ. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് പ്രാചീന മലയാളം? പ്രാചീന മലയാളം എന്ന ഫേമസ് ആയിട്ടുള്ള ബുക്ക് എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദ, ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ഓഫ് 2022. 2022 ബെസ്റ്റ് പ്ലെയർ, ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ ആരാണ്? ഓപ്ഷൻ നോക്കാം. എ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഓപ്ഷൻ ബി നെയ്മർ, ഓപ്ഷൻ സി ഹെൻറി കെയ്ൻ, ഓപ്ഷൻ ഡി ലയണൽ മെസ്സി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലയണൽ മെസ്സി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയതാണ്. നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വോൺ ദ 52nd ഓടക്കുഴൽ അവാർഡ്? 52ാമത്തെ ഓടക്കുഴൽ അവാർഡിന് വിൻ ചെയ്തത് ആരാണെന്നാണ്. ഓപ്ഷൻ നോക്കാം. അംബികാസുധൻ മാങ്ങാട്, ഓപ്ഷൻ ബി സാറ ജോസഫ്, ഓപ്ഷൻ സി സേതു, ഓപ്ഷൻ ഡി മുർണകുടു ചിന്നസ്വാമി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ അംബികാസുധൻ മാങ്ങാട്.